ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊതിച്ചോറ് വിവാദമാണ്. ശരിക്കും എന്താണ് ഈ വിവാദത്തിന്റെ പിന്നിൽ? ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ആയിരുന്നു അതിന്റെ പ്രധാന ഒരു ഘടകം. അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോൾ യുവജന സംഘടനാ നേതാക്കളും മറ്റുള്ളവരും ഒക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആരോഗ്യമന്ത്രി പറഞ്ഞത് പൊതിച്ചോറ് വിതരണം ചെയ്യണ്ട എന്നല്ല എന്നാണ് നമ്മൾ ഈ പ്രസ്താവനകളും ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലിയറൻസ് മെസ്സേജ് ആയിട്ട് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനുണ്ടായ കാരണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ പൊതിച്ചോറ് വിതരണത്തിന് സർക്കാരോ ആരോഗ്യ വകുപ്പോ എതിരല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. കാരണം അത് ഒരു നന്മ പ്രവൃത്തിയാണ് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ അതിനെ എതിരല്ല ആരോഗ്യ വിഭാഗം എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം പൊതിച്ചോറ് വിതരണത്തിന്റെ ആ ഒരു ആസ്പത്രിക്കുള്ളിൽ നടക്കുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാണ്. അത് ആസ്പത്രിയുടെ ഗേറ്റിന് പുറത്തോ അല്ലെങ്കിൽ ഒഴിവുള്ള ഭാഗങ്ങളിൽ വെച്ചോ വിതരണം ചെയ്യുന്നതിന് അതിന് തടസ്സവുമില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് നേതാക്കളുടെ പ്രതികരണവും ഒക്കെ കേട്ടപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വിശദമായി ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന അനുസരിച്ച് അത് ഒരു ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ സർക്കാരോ അതിന് എതിരല്ല. അതിന്റെ വിതരണം ചെയ്യുന്ന രീതി അതാണ് വിമർശന വിധേയമായത് എന്നാണ് അത് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ വിവാദത്തിന് കാരണം. അത് എല്ലാ ആസ്പത്രികളിലും അതിന് എതിരല്ല, അത് സർക്കാരും അതിനെതിരല്ല, എല്ലാ ആസ്പത്രികൾക്കും ഉള്ളിലും അതിന് വിലക്കില്ല എന്നൊക്കെ തന്നെയാണ് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സൂചിപ്പിച്ചത്. അപ്പോൾ പൊതിച്ചോറ് വിതരണത്തിന് സർക്കാർ എതിരാണ്, ആരോഗ്യ വകുപ്പ് എതിരാണ് എന്ന ഒരു പ്രചരണം ഇപ്പോൾ ഇന്നു മുതൽ അത് വളരെ ഊർജമായി നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു വിശദീകരണമാണ് ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ ഇന്ന് സൂചിപ്പിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായി ആ പ്രസ്താവന നടത്തുകയുണ്ടായി. അത് ഒരു ബാനറൊക്കെ വെച്ച് ആസ്പത്രിയുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലം കൈവശപ്പെടുത്തി ആ സ്ഥലത്ത് പിന്നെ മറ്റു പ്രവർത്തികൾ നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ സ്ഥലം അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണ് അവിടെ വന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ മന്ത്രിക്ക് അതിൽ ഇടപെടേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രി അവരുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പൊതിച്ചോറ് വിതരണത്തിന് സർക്കാരോ ആരോഗ്യ വകുപ്പോ എതിരല്ല. അത് ചെയ്യുന്ന രീതി, അത് സ്ഥലം പിടിച്ചുവെക്കൽ, ഇതൊക്കെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിച്ചത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ വിവാദത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ളത്. ഭക്ഷണം വിശക്കുന്നവന് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പുണ്യം നിറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല, അതിന് രാഷ്ട്രീയവുമില്ല. ആരാണ് കൊടുക്കുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ ആർക്കും അറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനാരും എതിരല്ല എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന കുറച്ചു മുന്നേ വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അത് കേരളത്തിലെ എല്ലാ ആസ്പത്രിക്കും അത് ബാധകമാകണമെന്നില്ല. ഒരു പ്രത്യേക സ്ഥലം കൈവശപ്പെടുത്തി അവിടെ ബാനറൊക്കെ സ്ഥാപിച്ച് ചെയ്യുന്ന പ്രവർത്തിക്കാണ് എതിര്, അല്ലാതെ സാധാരണ ദാനധർമ്മത്തിന് സർക്കാരോ ആരോഗ്യ വകുപ്പോ എതിരല്ല എന്ന് തന്നെയാണ് ശ്രീ കെ മുരളീധരൻ സൂചിപ്പിച്ചത്. അപ്പോൾ പൊതിച്ചോറ് വിതരണത്തിന് ഇപ്പോൾ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഇതിന് മുന്നേ കേട്ട പ്രസ്താവനകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊതിച്ചോറ് വിതരണത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് തന്നെയാണ്. സർക്കാരോ ആരോഗ്യ വകുപ്പോ അതിന് ഇതുവരെ എതിരെ നിന്നിട്ടുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ വരുന്ന പ്രസ്താവനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ്
നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും ഇവിടെ സൂചിപ്പിക്കാനുമുള്ളത്. ഭക്ഷണ വിതരണത്തിന് സർക്കാരോ ആരോഗ്യ വകുപ്പോ എതിരല്ല എന്ന് തന്നെയാണ് മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ ഏതായാലും ഈ പൊതിച്ചോറ് വിവാദം ഏകദേശം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. കാരണം ഇതിന് ഈ പ്രസ്താവനയ്ക്ക് ഇനി ആയുസില്ല. നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവന ആരോഗ്യ വകുപ്പിനെതിരായിട്ട് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ അതിന്റെ ഒരു ക്ലിയറൻസ് തന്നിരിക്കുകയാണ്. അപ്പോൾ ആ പൊതിച്ചോറ് വിതരണത്തിന് സർക്കാരോ ആരോഗ്യ വകുപ്പോ എതിരല്ല. ആ ചെയ്യുന്ന രീതി, ആ സ്ഥലം പിടിച്ചു വെക്കുന്ന രീതി, ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രസ്താവന നടത്തേണ്ടി വന്നതും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത്. അപ്പോൾ പൊതിച്ചോറ് വിതരണത്തിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനും ഉള്ളത്. ഭക്ഷണം വിശക്കുന്നതിന് കൊടുക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ സൽപ്രവൃത്തി തുടരുന്നതിലും ഒരു തടസ്സവും ഇതുവരെ നേരിട്ടിട്ടില്ല, ഇനി നേരിടുകയുമില്ല. അത് ചില പ്രത്യേക ആസ്പത്രികളിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനുണ്ടാകുന്ന സ്ഥാനചലനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രസ്താവനക്കൊക്കെ അടിസ്ഥാനം എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സർക്കാരോ ആരോഗ്യ വകുപ്പോ ഇതിനെതിരല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനുമുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.